ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ കാസർഗോഡ് ടാരർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട്, പ്രീവിയസ് ഡേ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിഫ്റ്റി ഇന്നലെ ഫ്രൈഡേ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ബട്ട് നമുക്ക് നിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. നിഫ്റ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാൻ പറ്റും? ഇപ്പോൾ 10 minutes ആണ്, ജസ്റ്റ് വെച്ചെന്നുള്ളൂ. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് അല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. സെൻസെക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് റേഞ്ച് ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഫസ്റ്റ് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റിയിൽ കാണാൻ പറ്റും 25,450 റേഞ്ചും 25,350 റേഞ്ചും, ഏകദേശം 150 റേഞ്ചിൻ്റെ അടുത്താണ് പ്രൈസിൻ്റെ ചെറിയൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ 25,450യുടെ പുട്ട് സൈഡിൻ്റെ ഒരു ട്രേഡ് അനാലിസിസാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ നിങ്ങൾക്കൊരു സംഭവം മനസ്സിലാവും. അതായത് ഈ ചാടിക്കേടി ട്രേഡ് എടുക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ലോസസ് ഉണ്ടാകുന്നത്. ഒന്നും അറിയാണ്ടും പഠിക്കാണ്ടും ട്രേഡ് എടുക്കുന്നവർക്കാണ് ഏറ്റവും ലോസ് ഉണ്ടാകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തിക്കോ. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. 11:10 സമയം, 1 മിനിറ്റിൽ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിക്കോ. ഇതിപ്പോൾ 11:10 സമയത്തേക്ക് ഞാനിപ്പോൾ കൺവേർട്ടാക്കി തരാം. 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു സ്പൈക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. ഓക്കെ, ഇത് പുട്ട് സൈഡിലാണ്. 11:10 മുമ്പ് വേറൊരു ട്രേഡ്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. കോൾ സൈഡിലുള്ളത് പുട്ട് സൈഡിലൊരു ട്രേഡ്. ഇവിടെ ചെറിയൊരു സ്പൈക്ക് ഇവിടെ വന്നു. 159ൻ്റെ റേഞ്ചിൽ നമ്മൊരു ബോക്സ് ഇവിടെ വരയ്ക്കുന്നു, ഒരു റെക്റ്റാങ്കിൾ ഒരു ബോക്സ് വരയ്ക്കുന്നത്. നിങ്ങൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രേഡ് എടുക്കണമെന്നില്ല. നമ്മൾ ലെവൽ വരുമ്പോൾ വെയിറ്റ് ഫോർ യുവർ റേഞ്ച് സോൺ, നിങ്ങളുടെ സോൺ വരുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകണ്ട. അതായത് നിങ്ങൾ ഈ റേഞ്ചിൽ പ്രൈസ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ചാടിക്കയറി അതായത് ഓപ്പോസിറ്റായിട്ട് കോൾ സൈഡ് എൻ്റർ ചെയ്യണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ഫോർ യുവർ സോൺ. ആ സോണിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ടിരിക്കുമ്പോൾ അല്ലേ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഇതിപ്പോൾ 18% ടാർഗറ്റാണ്. നിങ്ങൾ വെച്ച സ്റ്റോപ്പ് ലോസും 5% സ്റ്റോപ്പ് ലോസും. എന്താണ് ഇപ്പോൾ റിസ്ക്? നിങ്ങൾ റിസ്ക് റിവാർഡ് നല്ല ശരിക്കും അടിപൊളി റിസ്ക് റിവാർഡല്ലേ. വീണ്ടും നിങ്ങൾ സോണിലേക്ക് വരുന്നു, നിങ്ങൾ വീണ്ടും ട്രേഡ് എടുക്കുന്നു. 4 to 5% റിസ്ക്കും സെയിം 18% ടാർഗറ്റും. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? നല്ലൊരു അടിപൊളി ട്രേഡല്ലേ ഇവിടെ ഇപ്പോൾ നടക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ ചാടിക്കയറി ഒന്ന് കഴിയുമ്പോൾ മറ്റത് കഴിയുമ്പോൾ ഇത് അങ്ങനെ എടുക്കരുത്. കോളും പിയും ചാടിക്കയറിയിട്ട് എടുക്കരുത്. നിങ്ങൾ ഒരു സോണുണ്ട്, ആ സോണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എവിടുന്നാണ് സ്പൈക്ക് വന്നത് ആ സോണ് ഇമ്പോർട്ടൻറ്റ് സോണാണ്. സോ ആ ഒരു സോണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അന്നത്തെ ദിവസം പ്രൈസിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നിങ്ങൾ അവിടുന്ന് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് എൻ്റർ ചെയ്യുക. പിന്നെ ഇത് കോൾ സൈഡിൽ 11:10 ഇതിപ്പോൾ സമയം 9:40 സമയത്താണ് ഈ ഒരു ട്രേഡ് നടന്നിട്ടുള്ളത്. ഇതിലാണ് ഞാൻ സെൻസെക്സിൽ ട്രേഡ് എടുത്തിരുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2% ചാർജ് ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്ക്, പ്രൈസ് ഒരു മൂവ്മെൻറ്റ് തന്നു. വീണ്ടും നമ്മുടെ റേഞ്ചിൽ വന്നു. 20% ട്രേഡ് അവിടെ വീണ്ടും. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു ക്യാൻഡിലാന്ന് വന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല അത്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ സെൻസെക്സിലാണ് നോക്കിയത്. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. വീണ്ടും നോക്കുക, ആ റേഞ്ചിലേക്ക് വീണ്ടും പ്രൈസ് വരുന്നു, വീണ്ടും അവിടുന്ന് സ്പൈക്ക് വരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ചാടിക്കയറി ട്രേഡ് എടുക്കുന്നുള്ളത്? നിങ്ങൾ റിസ്ക് റിവാർഡ് വെക്കുക, എൻ്റർ ചെയ്യുക പ്രൈസ് മാർക്കറ്റിൽ. അതുമാത്രം നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നൊന്നുമില്ല. പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാൻസ് തരുന്നുണ്ട്. നമ്മൾ സോണ് വരെ വെയിറ്റ് ചെയ്യുക. ആ സോണ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഒരു സോണാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഞാൻ വീണ്ടും വരും, വീണ്ടും പുതിയൊരു വീഡിയോയുമായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വളരും. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന എൻ്റെ ഐഡിയാസൊക്കെ വീണ്ടും പുതിയ ഐഡിയാസുമായി ഞാൻ വീണ്ടും വരും. ലൈവ് തന്നെ നമുക്ക് തുടരാം ഇൻഷാ അള്ളാഹ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമയം 9:15. എല്ലാവരും നല്ലൊരു ഉറക്കത്തിലേക്ക് പോകാനുള്ളൊരു സമയമായി. ഗൈസ്, ഞാൻ നല്ല ടയർഡായിട്ടുണ്ട്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. താങ്ക് യു സോ മച്ച്.